എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് സുസ്വാഗതം. അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാ കണ്ണുകളും തൃഷയിലാണ് കേന്ദ്രീകരിച്ചതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വിജയം നേടുന്നത് പ്രിയ പ്രകാശ് വാര്യരാണ്. തൊട്ടു തൊട്ടു എന്ന ഗാനത്തിലെ പ്രിയയുടെ അതിശയിപ്പിക്കുന്ന നൃത്തപ്രകടനം വൈറലായി മാറുകയും ആരാധകരിൽ നിന്നും നിരൂപകരിൽ നിന്നും ഒരുപോലെ പ്രശംസ നേടുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിലെ ആരാധകർ അവരുടെ ഭംഗിയുള്ള ചലനങ്ങളെയും ആകർഷകമായ സ്ക്രീൻ പ്രസൻസിനെയും പ്രശംസിക്കുന്നു. സിനിമയിലെ ഏറ്റവും നല്ല നിമിഷമാണ് ആ ഗാനമെന്ന് അവർ വിശേഷിപ്പിക്കുന്നു. പ്രിയയുടെ പ്രകടനത്തിൻ്റെ ക്ലിപ്പുകൾ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നു. പലരും അവരെ യഥാർത്ഥ ഷോ സ്റ്റീലർ എന്ന് പ്രശംസിക്കുന്നു. ഇൻഡസ്ട്രിയിലെ സീനിയേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ പോലും അവർ സ്ക്രീനിൽ ആധിപത്യം പുലർത്തിയതിൽ പ്രേക്ഷകർ ആശ്ചര്യവും ആദരവും പ്രകടിപ്പിക്കുന്നു. സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം പ്രിയ വാര്യർ എന്ന പേര് എല്ലാ പ്ലാറ്റ്ഫോമുകളിലും സ്ഥിരമായി ട്രെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് തമിഴ് സിനിമയിലെ വളർന്നു വരുന്ന താരമെന്ന അവരുടെ പദവി ഉറപ്പാക്കുന്നു. ഈ ബഹളങ്ങൾക്കൊപ്പം നടൻ അജിത് കുമാറിന് ഹൃദയംഗമമായ നന്ദിയും സ്നേഹവും പങ്കുവെക്കാൻ പ്രിയ ഇൻസ്റ്റഗ്രാമിൽ ഒരു കുറിപ്പ് ഷെയർ ചെയ്തു. ഒരുമിച്ച് പ്രവർത്തിച്ച സമയത്തെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് അജിത്തിൻ്റെ ഊഷ്മളതയും വിനയവും പ്രൊഫഷണലിസവും പ്രിയ പ്രശംസിച്ചു. തൊട്ടുതൊട്ടുവിൽ അദ്ദേഹത്തോടൊപ്പം നൃത്തം ചെയ്തതിൽ പ്രിയ ആവേശം പ്രകടിപ്പിച്ചു. ഇതുവരെയുള്ള തൻ്റെ കരിയറിലെ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷമാണിതെന്ന് അതിനെ വിശേഷിപ്പിച്ചു. പ്രിയയുടെ വാക്കുകൾ ഇങ്ങനെ: എവിടെയാണ് പറഞ്ഞു തുടങ്ങേണ്ടതെന്ന് അറിയില്ല. ഇത് ഞാൻ വളരെ കാലമായി മനസ്സിലടക്കി വച്ചിരുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്തെഴുതിയാലും എനിക്ക് നിങ്ങളോടുള്ള ആരാധന പ്രകടിപ്പിക്കാൻ അതൊന്നും പര്യാപ്തമാകില്ല സാർ. ആദ്യമായി സംസാരിച്ചത് മുതൽ ഷൂട്ടിൻ്റെ അവസാന ദിവസം വരെ ഞാൻ എന്നൊരു വ്യക്തി ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് അങ്ങ് ഓരോ നിമിഷവും എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. സെറ്റിൽ ആരും അവഗണിക്കപ്പെടുന്നില്ലെന്ന് അങ്ങ് എപ്പോഴും ഉറപ്പാക്കിക്കൊണ്ടിരുന്നു. സെറ്റിലുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഓരോരുത്തരുടെയും ക്ഷേമം അന്വേഷിക്കാൻ അങ്ങ് കൂടുതൽ സമയം കണ്ടെത്തി. ഒരു ടീമായി ആ ക്രൂസിൽ ഒരുമിച്ച് കഴിച്ച ഭക്ഷണങ്ങളും തമാശകളും ഒരുമിച്ച് ആസ്വദിച്ച നിമിഷങ്ങളും എത്ര ആസ്വാദ്യകരമായിരുന്നുവെന്ന് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഓരോ കാര്യത്തെക്കുറിച്ചും ഇത്രയും ജിജ്ഞാസയും അഭിനിവേശവുമുള്ള മറ്റൊരാളെ ഞാനിതിനു മുമ്പ് കണ്ടിട്ടില്ല. നിങ്ങളിലുള്ള ആ ചെറിയ പിനോച്ചിയോട് എനിക്ക് അങ്ങേയറ്റം ബഹുമാനവും സ്നേഹവുമുണ്ട്. കുടുംബം, കാറുകൾ, യാത്ര, റേസിംഗ് എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങയുടെ കണ്ണുകൾ തിളങ്ങുന്നത് അമ്പരപ്പോടെയാണ് ഞാൻ വീക്ഷിക്കുന്നത്. അങ്ങേക്ക് ചുറ്റുമുള്ള ഓരോരുത്തരെയും നിരീക്ഷിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. ഈ ക്ഷമയും സമർപ്പണവും എന്നെപ്പോലുള്ള യുവാക്കൾക്ക് ഏറെ പ്രചോദനം നൽകുന്ന ഒന്നാണ്. അത് എനിക്ക് എന്നും പ്രചോദനമായിരിക്കും. അങ്ങയുടെ സൗമ്യവും ഊഷ്മളവുമായ സ്നേഹവും എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം എഴുതിയത്. അങ്ങ് ഒരു യഥാർത്ഥ രത്നമാണ്. ജീവിതത്തിൽ എത്ര ഉയരങ്ങളിലെത്തിയാലും എളിമ പുലർത്തണം എന്നുള്ളതാണ് അങ്ങയിൽ നിന്ന് എനിക്ക് കിട്ടിയ ജീവിത പാഠം. ഇതുവരെയുള്ള എൻ്റെ കരിയറിലെ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷമാണ് വൺ ആൻഡ് ഓൺലിയിൽ അജിത് സാറിനൊപ്പം ആ ഗാനത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. തൊട്ടു എന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങളായി മാറുകയാണ്. അജിത് സാർ GBUയിൽ സാറിനൊപ്പം അഭിനയിച്ചത് ഞാൻ എന്നും വിലപ്പെട്ട ഓർമ്മയായി എൻ്റെ മനസ്സിൽ സൂക്ഷിക്കും. അങ്ങയെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒരു സംഭവം തന്നെയായി അങ്ങയോടൊപ്പം അഭിനയിക്കാനും വലിയൊരു അവസരം ലഭിച്ചതിൽ ഞാൻ എന്നും നന്ദിയുള്ളവളായിരിക്കും. ഞങ്ങളെയെല്ലാം രസിപ്പിക്കുകയും പ്രബുദ്ധരാക്കുകയും ചെയ്യുന്നത് തുടരുക. അങ്ങയോടൊപ്പം വീണ്ടും അഭിനയിക്കണമെന്ന എൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അതൊരു സ്വാർത്ഥതയെ തോന്നാം. എങ്കിലും വീണ്ടും അങ്ങയോടൊപ്പം അഭിനയിക്കാൻ അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് സ്നേഹ ബഹുമാനങ്ങളോടെ അങ്ങയുടെ ഒരു കടുത്ത ആരാധിക പ്രിയ വാര്യർ. പ്രിയയുടെ വാക്കുകൾ ഇങ്ങനെ: എസ് മഞ്ജുവിനൊപ്പം വിഷ്ണുപ്രിയ എന്ന കന്നഡ ചിത്രത്തിലാണ് പ്രിയ അവസാനമായി അഭിനയിച്ചത്. ഈ ചിത്രം 1990കളിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. രൺബീർ കപൂറിൻ്റെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇതിഹാസ സിനിമയായ രാമായണത്തിലാണ് പ്രിയ അടുത്തതായി അഭിനയിക്കുന്നത്. നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ സായി പല്ലവിയും അഭിനയിക്കുന്നു. ഈ ചിത്രം 2 ഭാഗങ്ങളായി പുറത്തിറങ്ങും. കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും ഭൂലോകം TV സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.